പറഞ്ഞിട്ട് എതിർക്കാൻ തയ്യാറാവുന്നത്? എന്ത് ഭീകരമാണ് കാര്യങ്ങൾ. 2 ദിവസമായി വി.ഡി. സതീശൻ പറയുന്നു, ഈ കേരളം ഒന്നാകെ കടല് പോലെ ഇളകി വന്നാലും, കേരളം ഒന്നാകെ കടല് പോലെ ഇളകി വരുമൊന്നുമില്ല, നിങ്ങളുടെ കോൺഗ്രസ് ഒന്നാകെ കടല് പോലെ ഇളകി വന്നാലും എന്ന് പറഞ്ഞാൽ മതി. ബോധത്തെ പറ്റിയ പറയുന്നത് സ്വന്തം പാർട്ടിയിലെ നോക്കൂ ഞങ്ങളുടെ യുവജന നിര എന്ന് ഇന്നലെ വരെ പറഞ്ഞിരുന്ന ആളാണ്. ഞങ്ങളുടെ ബി ടീമിനെ നോക്കൂ, നിങ്ങൾ റഹീമൊക്കെ എന്തിനു കൊള്ളാം, ജോൺ ബ്രിട്ടാസും സനോജും ഒക്കെ എന്തിനു കൊള്ളാം, വസീരെ പോരാ, നോക്കൂ ഞങ്ങളുടെ ഷാഫി ബൽറാം മാങ്കൂട്ടം ടീം നോക്കൂ എന്തൊക്കെയാണ് ചെയ്യുന്നത്. റീലിടുന്നു, ജീപ്പ് ഓടിക്കുന്നു, തലകുത്തി മറയുന്നു, ബിരിയാണി ചാലഞ്ച് നടത്തുന്നു. എന്താണ് ഒരു വൈബ്. വടകര ഇലക്ഷൻ സമയത്തൊക്കെ കുറ്റ്യാടി അങ്ങാടിയിലൂടെ, നാദാപുരം അങ്ങാടിയിലൂടെ ഒക്കെ ഷാഫിയൊക്കെ പോകുന്ന സമയത്ത് റോഡിന്റെ 2 സൈഡിലും സ്ത്രീകളും കുട്ടികളൊക്കെ ഇങ്ങനെ വന്ന് തിങ്ങി നിറഞ്ഞിട്ട് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോട്, പാർട്ടിക്കാരോട്, ബാക്കി ആൾക്കാർ സങ്കടത്തോടെ പറയായിരുന്നു, നമ്മൾ എത്ര കാലം ഇടതുപക്ഷം, മതേതരത്വം, ജനാധിപത്യം, വൈരുദ്ധ്യാത്മകം, ഭൗതികവാദം ഒക്കെ പറഞ്ഞ് നോക്കൂ ആളുകളെ മുഴുവൻ ഇവൻ അടിച്ചു കൊണ്ടുപോകുന്നു. ഒരു വാക്കുകൊണ്ട് ഈ നിമിഷം വരെ ഈ തെമ്മാടിത്തരത്തിനെ തള്ളി പറഞ്ഞിട്ടില്ല നല്ലവനായ ഷാഫി. ഒരു വാക്കുകൊണ്ട് പോലും. പറഞ്ഞാൽ പിറ്റന്നാൾ ഇയാളെ പറ്റിയുള്ള വിവരങ്ങൾ രാവിലെ 7 മണിയുടെ മോർണിംഗ് ഷോയിൽ അരുൺ നമ്മളോട് പറയും. ഇത് ഒരു മൊബൈൽ ഫോണിന്റെയും കേരളത്തിലെ ന്യൂസ് ഡെസ്കുകളുടെയും ഇടയിൽ കിടക്കുകയാണ്. ഈ കേരളം ഞെട്ടിയ വാർത്തകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് ദേവി, ഇത് ചാനലുകളിലെ വലിയ തലതട്ടപ്പന്മാരായിട്ടുള്ള അവതാരകന്മാർ അനുഭവമുള്ള പെൺകുട്ടികൾ എവിടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കോലും മൈക്കും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഡെസ്കിലുണ്ട്. ഈ ചങ്ങാതിയുടെ പരാക്രമം അനുഭവിച്ച പെൺകുട്ടികൾ ഇല്ലാത്ത ഒരു ന്യൂസ് ഡെസ്കും കേരളത്തിൽ ഇല്ല. എല്ലാ ചാനലുകളിലും പല രീതിയിൽ അനുഭവിച്ച ആളുകൾ. പുറത്തു പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇത് നമ്മളെ വല്ലാതെ പേടിപ്പിക്കുന്ന ഒരു സാധനമാണ്. ചെറുപ്പക്കാരിലാണ് ഈ സംഗതികൾ, ഈ വൃത്തികേടുകൾ, ധാർമ്മികത ഇല്ലായ്മ എന്നൊന്നും പറഞ്ഞ പോലെ ശുദ്ധ തോന്നിവാസം, തെമ്മാടിത്തരം ചെയ്യുന്നതിൽ അത് കറപ്ഷൻ ആയിരുന്നാലും, ഭീഷണിയായിരുന്നാലും, പോക്കിരിത്തരമായിരുന്നാലും, മയക്കുമരുന്നായിരുന്നാലും, സ്ത്രീകളോട് അതിക്രൂരമായി പെരുമാറലായിരുന്നാലും ചെറുപ്പക്കാരാണ് ഇതിന് മുന്നിൽ. പിന്നെ അതും കൂടി പറഞ്ഞിട്ട് ഞാൻ പറയാനുള്ള കാര്യം അവസാനിപ്പിക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ രാഷ്ട്രീയത്തിൽ ഇത്തരം മൂല്യച്യുതികൾ ഉണ്ടാവുമ്പം, ധാർമ്മിക ച്യുതി ഉണ്ടാവുമ്പം, ഏത് പക്ഷത്തുനിന്നായിരുന്നാലും അതിനെതിരെ ശബ്ദമുയർത്തുക കേരളത്തിൽ പ്രത്യേകിച്ചും സാംസ്കാരിക സാഹിത്യ നായകന്മാരാണ്. പക്ഷെ കേരളത്തിൽ മാത്രം കുറച്ചു കാലമായിട്ട് വല്ലാത്തൊരു വ്യത്യാസമുണ്ട്. റിനി ആൻഡ് ജോർജ് എന്ന് പറഞ്ഞ വി.ഡി. സതീശനെ പിതൃതുല്യനായി കാണുന്ന, വി.ഡി. സതീശൻ പുത്രി തുല്യനായി കാണുന്ന റിനി ആൻഡ് ജോർജ് പറയുന്നു, കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ചങ്ങാതി നിരന്തരം എനിക്ക് അശ്ലീല മെസ്സേജുകൾ അയക്കുന്നുണ്ട്, ഇയാൾ വേറെയും കുറെ സ്ത്രീകളെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന്. 24 മണിക്കൂറും ലോകമെമ്പാടുമുള്ള ഇടതുപക്ഷത്തിനെ പറഞ്ഞു നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ആസാദ് എന്താ പറയാന്നറിയോ? ആരാണ് പെൺകുട്ടികളെ പീഡിപ്പിച്ചത്? സ്റ്റേറ്റ് ആണ്. ആരാണ് ഉത്തരവാദി? സ്റ്റേറ്റ് ആണ്. എന്താണ് ഇതിന് ചെയ്യേണ്ടത്? സ്റ്റേറ്റിന്റെ സ്ട്രക്ചർ മാറ്റണം. ചത്താലും കൊന്നാലും കോൺഗ്രസ്സുകാരെന്നോ രാഹുൽ മാങ്കൂട്ടത്തിലെന്നോ പറയില്ല. കോൺഗ്രസിനകത്തുള്ള മുഴുവൻ സ്ത്രീ വനിതാ പ്രവർത്തകരും എല്ലാ ദിവസവും ഇടതുപക്ഷത്തിനെതിരെ തന്നെ വാർത്തയും ചർച്ചയും നടത്തുന്ന വനിതാ ജേർണലിസ്റ്റുകളും ആവർത്തിച്ചു പറയുന്നു, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ അവരെ ദ്രോഹിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട് ചങ്ങാതിയിൽ. എന്നാലും പിണറായി വിജയന്റെ കമ്മ്യൂണിസത്തിന് അത്ര കമ്മ്യൂണിസം പോരാന്ന് പറഞ്ഞിട്ട് CPM എന്ന് പുറത്തുപോയ KC ഉമേഷ് ബാബു ഈ പെൺകുട്ടികളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് വിഷകന്യക എന്നാണ്. വിഷകന്യക എന്നാ പറയുന്നത്. പണ്ട് കാലത്ത് രാജാക്കന്മാർ വിഷകന്യകമാരെ വളർത്തി